മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന ഈ സൗഹൃദവേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ടാതിഥിയുണ്ട്. ഒരു ചെണ്ടുമല്ലിപ്പൂവിന്റെ ചിരിയുമായി പുള്ളിമാൻ മിഴി വള്ളിപ്പെണ്ണിന്റെ പാട്ടുപാടി മലയാളി മനസ്സ് കീഴടക്കിയ ഒരു നാടൻ പാട്ടുകാരി, കാസർഗോഡിന്റെ വൈറൽ ഗായിക, അതെ, കാടകത്തിന്റെ നാട്യങ്ങളില്ലാത്ത നാട്ടുംപുറത്തുകാരിയായ നാടൻ പാട്ടുകാരി ജയരഞ്ജിത. ജയരഞ്ജിതയുടെ കലാവഴികളിലൂടെ, പാട്ടുവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ വിഷുനാളെ. ജയരഞ്ജിതക്ക് കാവ്യസൗഹൃദത്തിലേക്ക് സ്നേഹസ്വാഗതം. നമസ്കാരം. കാസർഗോഡിന്റെ മലയോര ഗ്രാമമായ കാടകത്ത് ജനിച്ചു വളർന്ന് ചെറുപ്പത്തിലെ കലാസാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ചിട്ട് വേനൽത്തുമ്പികളിലൂടെയും കാടകത്തിന്റെ നാടക പാരമ്പര്യത്തിലൂടെയൊക്കെയാണ് കലാവഴിയിൽ ജയരഞ്ജിത പിച്ചവെച്ചത്. പക്ഷെ വളരെ പെട്ടെന്ന്, ഒരുപക്ഷെ അങ്ങനെ സംഗീതം ഔപചാരികമായി ഒന്നും പഠിക്കാതെ നാടൻ പാട്ട് പാടി ഇപ്പോ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ പാട്ടുകാരിയാണ്. നമുക്ക് ഇന്ന് വിഷുവാണ്, അപ്പൊ തീർച്ചയായിട്ടും നിന്റെ കലാവഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് മുമ്പേ ആ സവിശേഷമായ ആ പാട്ട് അതിൽ പാടിയിട്ട് നമുക്ക് തുടങ്ങാം. പ്രേക്ഷകർക്ക് വിഷു സമ്മാനമായിട്ട് ആ ചെണ്ടുമല്ലികപ്പൂ ഒന്ന് കേൾപ്പിക്കാം അല്ലേ? അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരന്തക താളം തല്ലി, അരമണി കിങ്ങിണി കിളിപ്പാകി, ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, അനവധി വെൺകൊറ്റക്കുട ചൂടി, ആകാശം പൂമ്പന്തൽ ചാർത്തി, നീഹാരം മുത്തണിമണിയേകി, സ്വർണ്ണ കൊലുസിൽ സരിഗമ പാടി, ചുവടുവച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു, ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഈ ചെണ്ടുമല്ലികപ്പൂ പാട്ട് എവിടെ സംഘടിപ്പിച്ചത്? യൂട്യൂബിന് മുമ്പേ കിട്ടി, മുമ്പേ പാടിക്കൊണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടിന്റെ ലൈൻസ് കാണാപ്പാട് അറിയുന്നത് കൊണ്ട് അത് പാടി. ഇത് എപ്പോഴാണ് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്? ഞാൻ കൊറോണ സമയത്ത് വെറുതെ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ആക്കി. അപ്പം എല്ലാരും റീലും കാര്യങ്ങളും നോക്കുന്നതല്ലാണ്ട് ഞാൻ പാട്ട് പാടിയിട്ട് ഇട്ടോണ്ടൊന്നും ഉണ്ടായിട്ടില്ല, ഫോട്ടോ പോസ്റ്റ് ചെയ്യില്ല, വെറുതെ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഇതിന്റെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് പാടിയിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പൊ ശരിക്കും കോവിഡ് കാലത്താണ് ജയരഞ്ജിത പാടാൻ തുടങ്ങിയത്? സജീവമായിട്ട് പാടാൻ. അതെ, ആ സമയത്ത് പാടിയിട്ട്, ആ സമയത്ത് ഡൗൺലോഡ് ആക്കി വെച്ചതേയില്ലോ. ഇപ്പൊ ഇതിന്റെ ഇടക്ക് 1-2-3 മാസമായിട്ടാണ് ശരിക്കും പാടാൻ തുടങ്ങിയത്. ജയരഞ്ജിത പഠിച്ചത് ഏത് വിദ്യാലയത്തിലാണ്? ഞാൻ 10ാം ക്ലാസ് വരെ കാടകത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് +1 +2 ബോവിക്കാനം. ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ജയയുടെ കലാപ്രവർത്തനം? അപ്പൊ എനിക്ക് പാട്ടിനെക്കാളും ഡാൻസ് കളിക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ട് ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ എല്ലായിടത്തേക്കും ഈ അമ്പലത്തിലേക്ക് എല്ലാവരും വിളിക്കുമ്പോ ഡാൻസ് കളിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു. അപ്പൊ അതാണ് പഠിക്കാതെ എങ്ങനെയാ ഡാൻസ്? അത് അറിയില്ല. അത് കളിക്കും, പാട്ടിട്ട ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. പണ്ട് ഞാൻ ഡാൻസ് പഠിപ്പിച്ചോണ്ടുണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളില് ഒരു 4, 5, 6 അവിടെ വാർഷികത്തിന് ഡാൻസ് ഞാൻ പഠിപ്പിച്ചോണ്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ, അതായത് എന്റെ അതേ പ്രായത്തിൽ അവരെന്നെ ഡാൻസ് പഠിപ്പിച്ചോണ്ടായിരുന്നു. വലിയ ആൾക്കാരെ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, അല്ലാത്ത ഡാൻസ്, ഭരതനാട്യം അല്ല, അല്ലാതെ വരുന്ന ഡാൻസ് ഞാൻ പഠിപ്പിച്ചോണ്ടുണ്ടായിരുന്നു. ഇല്ല. വീട്ടിലാരെങ്കിലും ഡാൻസ് ഒക്കെ കളിക്കാം? അമ്മ നല്ലോണം കളിക്കാം. ഏട്ടനും എല്ലാരും ഡാൻസേഴ്സ് ആണ് ഞങ്ങൾ. അതെ. എന്നിട്ട് ഏട്ടനും അമ്മയും എല്ലാം ഒന്നിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനെ കളിക്കില്ല. അമ്മ പണ്ട് നാട്ടിലെല്ലാം പഠിപ്പിച്ചോണ്ടായിരുന്നു. അമ്മ ഒരു സമയം കഴിയുമ്പോ അമ്മ അതിനോട്
പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയാതെ നിങ്ങൾ ഒരു പക്ഷേ അമ്മ പഠിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് കാടത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും അവിടെയാണ് നാടകം തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കലോത്സവത്തിന് വെറുതെ നാടകത്തിന് ചേർന്നു. പിന്നെ എന്റെ ലോകം നാടകമായിരുന്നു. അവിടുന്ന് രതീഷ് ഏട്ടനുണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യം നാടകത്തിന് കൊണ്ടുപോകും, ജില്ല വരെ പോകും. അങ്ങനെ നാടകത്തിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. ഏതൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ? കൊറേ കളി കഥയില്ല കളി അങ്ങനത്തെ ജില്ലാ കലോത്സവത്തൊക്കെ മത്സരിച്ചു. ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിദ്യാരംഗത്തിൽ ഹൈസ്കൂൾ എത്തുമ്പോൾ ഈ നാടകം ഒന്നിച്ചുണ്ടായിരുന്നു. ഹൈസ്കൂൾ എത്തുമ്പോഴാണ് ശരിക്ക് പാട്ട് ശബ്ദം നല്ലതായി. എനിക്ക് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ശബ്ദം കുറച്ച് നന്നായത് എനിക്ക് അത് തെളിഞ്ഞു. അപ്പൊ വിദ്യാരംഗത്തിന് പോകുമ്പോഴാണ് ഈ നാടൻ പാട്ട് ശരിക്ക് പാടാൻ തുടങ്ങി. അപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നെ ഞങ്ങൾക്ക് കൃഷ്ണഗാഥ എന്ന് പറയുന്ന കവിത എല്ലാം പല താളത്തിൽ പാടാൻ പറയും, പല ഈണത്തിൽ പാടാൻ പറയും. അപ്പൊ അങ്ങനെല്ലാം പാടുമ്പോൾ ഞങ്ങൾ അംബിക ടീച്ചർക്ക് ഭയങ്കര ഞങ്ങളെ കൊണ്ടുപോയത് അംബിക ടീച്ചറാണ്. പിന്നെ ഉദയം കുണ്ടൻകുഴി ഇവരെ ക്യാമ്പ്, നാടക ക്യാമ്പ്, പഠന ക്യാമ്പ്, അങ്ങനെ കുറെ ക്യാമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പൊ ആ ക്യാമ്പിലൂടെയാണ് ശരിക്ക് നാടൻ പാട്ടിനോട് ഇഷ്ടം തോന്നുന്നു. നാടൻ പാട്ട് പാടുന്നത്. കവിത ചൊല്ലിട്ടാന്ന് തോന്നുന്നു എനിക്ക്. കവിതയോട് അത്ര ഇതുണ്ടായില്ല. ഇല്ല എന്താ പറഞ്ഞാല് കവിത പാടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടുത്തെ തന്നെ ശരത്തേട്ടൻ അവര് പ്രസംഗിക്കും, കവിത പാടും. അവർക്ക് കവിത പാടാൻ വേറെ തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ കവിത മത്സരിച്ചാലല്ലേ ഇതല്ലോ അറിയൂ. പക്ഷെ കവിത അതൊന്നും തൊടാൻ വരും, മത്സരിക്കില്ല. നാടൻ പാട്ട്. അപ്പൊ ഈ നാടകത്തിലെ അഭിനയം പിന്നീട് ഹൈസ്കൂൾ തലത്തിൽ ഉണ്ടായിരുന്നു. ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു, +2 പഠിക്കുന്ന സമയത്ത് വേനൽ തുമ്പികളുടെ കലാജാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഞാൻ പരിശീലകയായിരുന്നു. വേനൽത്തുമ്പി 2-3 വർഷം ഞാൻ വേനൽത്തുമ്പിയുടെ പരിശീലകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്നോണ്ട് ഇത് വിടേണ്ടി വന്നിട്ടാ ഒന്നിച്ച് തന്നെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. ആ വേനൽത്തുമ്പി കലാജാതിയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഏതെങ്കിലും സ്കിറ്റിലെയോ അന്നത്തെ ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? ഇല്ല അതൊന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞാല് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കലാജാഥ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കലാജാഥ. അതിലെ ഉണ്ണിരാജ് ചേട്ടനാണ് സ്കിറ്റ് പഠിപ്പിച്ചോണ്ട്. അപ്പൊ കുബേർക്കൂടം എന്ന് പറയുന്ന ഒരു സ്കിറ്റ് അതെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ ഓർ ചെയ്തത്. ഈ സ്കൂളിൽ നിന്ന് ഡിഗ്രി എവിടെയായിരുന്നു പഠനം? ഗവൺമെന്റ് കോളേജ്. അവിടുത്തെ കലാപ്രവർത്തനം ആടെ നാടൻപാട്ടും തെരുവ് നാടകവും ഗ്രൂപ്പ് ഡാൻസ്. ആടെ എത്തുമ്പോ നമുക്ക് എല്ലാറ്റിനും പങ്കെടുക്കാമല്ലോ. അങ്ങനെയായിരുന്നു. കലോത്സവങ്ങളിലൊക്കെ സമ്മാനം കിട്ടി. ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിലെല്ലാം എല്ലാറ്റിനും സമ്മാനം കിട്ടലുണ്ട്. കോളേജിലത്തെ താരം തന്നെയായിരുന്നു ഒരു സമയത്ത്. ആ സമയത്ത്. അപ്പൊ ഡിഗ്രി ഏതായിരുന്നു? ഞാൻ ഹിസ്റ്ററി. പിന്നീട് ബിഎഡിലേക്ക് പോയി. ആടി ഉണ്ടായിരുന്നു. ആടെ പോയി ഡിഗ്രി +2 കാലം എവിടെയായിരുന്നു? +2 ഞാൻ ബോവിക്കാനം പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഗവൺമെന്റ് കോളേജില്. അത് കഴിഞ്ഞ് ബിഎഡിന് അവിടെ ചാല, BC റോഡ് ചാലയില്. ഈ ബിഎഡ് സെന്ററിൽ എങ്ങനെയായിരുന്നു പ്രവർത്തനം? ആടെയും യൂണിവേഴ്സിറ്റിക്കെല്ലാം കൊണ്ടുപോകലുണ്ടായിരുന്നു. പക്ഷെ ആടെ എത്തുന്ന സമയത്ത് എന്ത് പറയും, നമ്മ പ്രതീക്ഷിക്കുന്നല്ല ശരിക്കും ആടെ കിട്ടുന്നത്. നമ്മൾ ടീച്ചറാവാൻ വേണ്ടിട്ട് പോകുന്ന പറയുമ്പോ നമ്മ ടീച്ചറാണ് സീരിയസ് ആയി പോകും. പക്ഷെ ആടെ ക്യാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആടെ നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു പരിമിതി ഉണ്ട്. നമ്മ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞ് തിരുവാതിരയും നാടൻപാട്ടെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്രാവശ്യമാണ് ആദ്യമായിട്ട് ആടുന്ന് പോകുന്നത്. അതിനുശേഷം ഇപ്പൊ തുടർച്ചയായിട്ട് എല്ലാറ്റിലും സമ്മാനം അടിക്കലുണ്ട് ആടുന്ന്. കോളേജ് ജീവിതത്തിലെ അവിസ്മരണീയമായ ഏതെങ്കിലും ഒരു കലാജാതിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ പാട്ടിലൂടെ തിളങ്ങിയ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അത് അന്ന് ഫസ്റ്റ് ഞങ്ങൾ പാടുന്ന നാടൻ പാട്ടാണ് മറ്റേ ശ്രീ മഹാദേവന്റെ പാട്ട്. അതാണ് യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ട് ഞാൻ പോയിട്ട് പാടുന്ന പാട്ട്, ശ്രീ മഹാദേവന്റെ. അപ്പൊ അതെല്ലാവർക്കും എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നാവൂർ പാട്ട്. ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവോറ് പാടുന്നേ. അമ്മയ്ക്കു ഈരാണ് അച്ഛനു പൊന്നാണ് മുത്തശ്ശി വീട്ടോർക്കും അരുമക്കീടാവാണ്. ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവോറ് പാടുന്നേ. മുറ്റത്തെ ഉണ്ണീടെ പറ്റടി കാണാനും കാലിച്ചേറുപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ. ഈ നാടൻ പാട്ടുകള് ഇപ്പം ഉദയൻ കുണ്ടൻകുഴിയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പരിശീലിപ്പിക്കാൻ തന്നെ
അല്ലാണ്ട് ഇപ്പൊ ക്യാമ്പിനെല്ലാം വരൂലേ, ആ സമയത്ത് ഓറ് പറഞ്ഞു തരും. ഓറ് കൊറേ പാട്ടുകൾ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകളെല്ലാം പറഞ്ഞു തരും. മറ്റെവിടുന്നാണ് പിന്നെ മോള് പാടി വൈറലായ പാട്ടുകളൊക്കെ സംഘടിപ്പിച്ചത്? അത് യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെയാണ്. യൂട്യൂബിൽ വെറുതെ നോക്കുമ്പോ മറ്റുള്ളവർ പാടിയ പാട്ടുകൾ പാടിയത്. അതെ അതെ, അതെന്ന് വെച്ചാല് എല്ലാരും സ്ഥിരമായിട്ട് പാടുന്ന വേറെ നിങ്ങളെ നാട്ടിലെ പാട്ടുകൾ കണ്ടെത്താൻ അങ്ങനത്തെ ശ്രമമൊന്നും അല്ല. അതിലിപ്പോ ഞാൻ ഓ ലേലാ ലേലല്ല അതൊരു തുളുപ്പാട്ടുണ്ട്. അതൊരു മാവിലെ മലവേട്ടുവ സമുദായക്കാർ പാടി വരുന്ന മംഗലങ്ങളി പാട്ട്. അത് ഈ ഏതെങ്കിലും മാഷന്മാർ വന്നിട്ട് കലോത്സവങ്ങളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അത് കേട്ട് പഠിക്കും. അല്ലാതെ വന്ന പാട്ടിലെ കുറച്ച് വരികളൊന്നും പാടിക്കൂടെ? ഏനൊഞ്ചീതൈ നടിയേ കടല് പൂമരോ, ഏനൊഞ്ചീതൈ നടിയേ കടല് പൂമരോ, ഓ ലേലാ ലേലല്ലാ ഓ ലല്ലേ ലല്ലാ, ഓ ലേലാ ലേലല്ലാ ഓ ലല്ലേ ലല്ലാ, ഒഞ്ചിമുടി നീറുമൈത്തുണ്ട് കുഞ്ഞടി പങ്കടിയോ, ഒഞ്ചിച്ചപ്പൂ വിരിയണ്ട് കടല് പൂമരോ, ഓ ലേലാ ലേലല്ലാ ഓ ലല്ലേ ലല്ലാ, ഓ ലേലാ ലേലല്ലാ ഓ ലല്ലേ ലല്ലാ. ഇങ്ങനെ ഈ നാടൻ പാട്ടുകളോട് ഒരു കൂടുതൽ ഇഷ്ടം എങ്ങനെയാ തോന്നിയത്? അതിങ്ങനെ ക്യാമ്പിന് പോകുമ്പോ പഠിപ്പിക്കുന്ന പാട്ട്, സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കലോത്സവത്തിലോ ലളിതഗാനോ അല്ലെങ്കിൽ നാട്ടിലെ പരിപാടികളിൽ സിനിമാ ഗാനങ്ങളോ ഒക്കെ പാടിയിട്ടുണ്ടോ? അങ്ങനെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടൻ പാട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താന്ന് ഞാൻ ചോദിച്ചു. അത് നാടകത്തിന് പോകുമ്പോഴും നാടൻ പാട്ടിന് ഇങ്ങനെ ക്യാമ്പിന് പോകുമ്പോഴും ആടെ കൂടുതലായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നാടൻ പാട്ടുകളാണ്. പിന്നെ എന്റെ നാടകത്തിൽ അതാണ് ചോദിച്ചത്. ഈ ശബ്ദം ഒരു പ്രധാന ഘടകമാണ്. അതെ, ശബ്ദത്തിന് എന്റേത് ഒരു മെലോഡിയസ് വോയിസ് അല്ല. അപ്പൊ നാടൻ പാട്ടിന് ഒരു ഞാൻ തുറന്നാന്ന് പാടുന്നത്, ഇങ്ങനെ പതിഞ്ഞു പാടാൻ അറിയില്ല. അപ്പൊ ഞാൻ ഈ തുറന്നു പാടുന്നോണ്ട് ഈ നാടൻ പാട്ടിന് മാച്ചാണ് പാട്ട് ശബ്ദം എന്നുള്ളത് എല്ലാരും പറയലുണ്ട്, എനിക്കും തോന്നലുണ്ട്. കാരണം ഞാൻ ഈ പതിഞ്ഞു പാടുന്നത് ആദ്യം കണ്ടെത്തിയത് ആ ഒരു പ്രത്യേകത അത് എനിക്ക് തന്നെ തോന്നുന്നു. ഞാൻ സിനിമ പാട്ട് പാടുന്ന സമയത്ത് എന്റെ അടുത്ത് ഇപ്പൊ വീട്ടിലിരിക്കുന്നുണ്ട് ഓർമ്മ, ശരത്തേട്ടൻ പറഞ്ഞ ദിവസം എന്റെ അടുത്ത് പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തേടി ഈ പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാട്ടാൻ പറഞ്ഞിട്ടുണ്ട്, നീ സിനിമ പാട്ട് പാടണ്ട, നീ നാടൻ പാട്ട് പാടിയാൽ മതി. കാരണം ഈ പാട്ട് കേൾക്കുമ്പോഴും ഒരു നാടൻ പാട്ടിന്റെ ടച്ച് വരുന്നു പറഞ്ഞു. അറിയാതെ വരും. ഏതൊരു സാധനം ഞാൻ അവിടെ കൊടുക്കും. നമ്മ ഈ നാടൻ ശബ്ദത്തിൽ എവിടെയോ ഒരു ചിലപ്പോ ഒരു ആ സമയത്ത് സംഗീതം പഠിച്ചിട്ടേ ഇല്ല. വീട്ടില് എല്ലാവരും പാട്ടുകാരാണ്. എല്ലാരും പാടും. നേരത്തെ നൃത്തം പറഞ്ഞ പോലെ തന്നെയാണ് അമ്മ പാടും, അച്ഛനും പാടും, ഏട്ടനും പാടും. ചെറുപ്പത്തിലേ ഈ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ താരാട്ട് പാട്ട് കേട്ടിട്ടായിരിക്കും അറിയാതെ ആ സംഗീതത്തോടുള്ള ഇഷ്ടം. പണ്ട് മറ്റേ വീട്ടില് റേഡിയോ ഉണ്ടായിരുന്നു, ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കാസറ്റ് വെച്ചിട്ട് കുറെ കാസറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടെല്ലാം ഞങ്ങൾ സ്ഥിരമായിട്ട് കിടക്കുമ്പോഴും അതെ അതെ കറണ്ടെല്ലാം വന്ന സമയത്ത് നമ്മ വട്ടത്തിലിരുന്ന് എല്ലാരും പാട്ട് പാടും. അങ്ങനെയല്ലോ. അങ്ങനെ പാടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴയ പാട്ട് ഓർമ്മയുണ്ടോ? ഒന്നിച്ചിരുന്ന് പാടിയ? അതെനിക്ക് ഓർമ്മയില്ല. ഏട്ടനും പാടും? ഏട്ടൻ പാടും. ഗാനമേളയൊക്കെ പാടാറുണ്ടോ? ഇല്ല, ഏട്ടൻ അങ്ങനല്ല. ഏട്ടൻ വേനൽത്തുമ്പിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നാട്ടിലത്തെ പരിപാടിക്കെല്ലാം ഏട്ടൻ പാടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവര് രണ്ടാളും അതിന്ന് കുറച്ച് വിട്ടു നിന്നു, ജോലിയെല്ലാം കാര്യങ്ങളിലായതുകൊണ്ട്. അത് പക്ഷെ ഞാൻ ഈ ട്രൂപ്പിലെല്ലാം പാടാൻ പോകുന്നതുകൊണ്ട് അത് തുടർന്നുകൊണ്ട് പോയിന്നേ ഇല്ല. കാര്യങ്ങളെല്ലാം ആകുമ്പോ അവര് ജസ്റ്റ് ഒന്ന് വിട്ടു നിന്നു. ഇപ്പൊ അവര് പറഞ്ഞ അവർക്ക് പാടാൻ തോന്നുന്നു. പക്ഷെ ഇപ്പൊ പാടാൻ നോക്കുന്ന സമയത്ത് ശബ്ദം അതിന് വഴങ്ങുന്നില്ല. കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് ഈ ലളിതഗാനം അല്ലെങ്കിൽ സിനിമാ ഗാനം ഈ മേഖലയിൽ, അതായത് നടൻ പാട്ടല്ലാത്ത മോള് പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? സിനിമ പാടാൻ തോന്നാറുള്ള പാട്ട്, സിനിമാ പാട്ട് ഏതോ എനിക്കറിയില്ല. ഏതോ വാർമുകിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷെ അത് എത്രയും പാടിയിട്ടില്ല. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോർമകളാൽ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതകാനായി വീണ്ടും ഇന്നിലേതോർമകളാൽ കിനാവിലെ മുത്തായി നീ വന്നു. ഈ നാടൻ പാട്ടിന്റെ ഒരു വകഭേദം അല്ലെങ്കിൽ ഒരു ശാഖ എന്ന് വേണമെങ്കിൽ പറയാം ഈ താരാട്ട് പാട്ട്. നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് ഇതൊക്കെ നാടൻ പാട്ടിന്റെ ഒരു വിഭാഗമാണ്. ഈ താരാട്ട് പാട്ടിനോട് അറിയാതെ ഒരു ഇഷ്ടം ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു. നീരാഞ്ജന പൂവിൻ താരാട്ട്, അതും ഒരു താരാട്ട് പാട്ടാണ്. ഇപ്പൊ മോള് പാടിയത് ഒരു താരാട്ട് പാട്ടാണ്.
അത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് വരും തോന്നുന്നു. അത് ഇതോട് വഴങ്ങുന്നത് കൊണ്ടായിരിക്കും അത്തരം പാട്ടുകൾ, സിനിമാ പാട്ട് പറയുമ്പോൾ അത്തരം പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ആ നീലാഞ്ജന പൂവിലൊന്ന് പാടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറിട്ടൊരു സ്റ്റൈലായിരുന്നു. എല്ലാരും പറഞ്ഞ നാടൻ പാട്ട് പോലെ. അതെ, രസമുണ്ട്. അത് നമ്മള് സിനിമയിൽ കേട്ട പൈതൃകം എന്ന് പറഞ്ഞ സിനിമയിലുള്ള പാട്ടാണ്. പക്ഷെ അതിനേക്കാൾ രസമുണ്ടായിരുന്നു. വേറൊരു രീതിയിലാണ് മോള് പാടിയത്. എനിക്കത് ഇഷ്ടമായിരുന്നു പാട്ട്. അത് പാടാം. നീലാഞ്ജന പൂവിൻ താലാട്ടുഞാലിൽ തേവാരം നൽകുമീ തങ്ക കൈനീട്ടം, ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമേൻ പുണ്യമോ കണ്ണനോ. അത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് പാടിയത്. മറ്റു സിനിമാ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മൂഡല്ല അതേ പാട്ടല്ല. പക്ഷെ അതിന് വേറെന്തോ അറിയാതെ വേറെന്തോ ഒരു സൗന്ദര്യം നമ്മള് പറഞ്ഞ സമയത്ത് കിട്ടുന്നുണ്ട്. പിന്നീട് ഈ നാടൻ പാട്ട് നമ്മളിങ്ങനെ വൈറൽ ആക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് പാടിയതല്ല, യാദൃശികമായിട്ട് സംഭവിച്ചു പോയത്. ഒരു പക്ഷെ അതിനൊരു കഥയുണ്ടാവും, ഒരു സംഭവം ഉണ്ടായി അല്ലേ? അത് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ഭയങ്കര മടിയാണ് ഈ പാട്ട്. അതായത് എല്ലാവർക്കും ഉള്ള പോലെ എനക്കും ഒരു ഇതുണ്ട്. കാരണം നമ്മൾ പാടിയിട്ട് പാങ്ങായിട്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നില്ല ഒരു സാധനം അല്ല. എല്ലാരും ഇനിയിപ്പോ എത്ര പുരോഗമനം പറഞ്ഞാലും അതെല്ലാരും മനസ്സിന്റെ ഉള്ളിലുണ്ട്, ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ പാടി പാങ്ങില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നില്ലൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാറ്റിലും പറയുന്ന പോലെ തന്നെ കോഴിക്കോട് ഒരു സാറുണ്ടായിരുന്നു, പ്രത്യുഷ് പറഞ്ഞ ഒരു സാറുണ്ട്. ആ സാറിന്റെ പാട്ട് ഞാൻ എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ മോള് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യലുണ്ട്. നല്ല രസമാണ് കാണാൻ. ചെറിയ കുട്ടിയാണ്. അല്ല, ഇപ്പൊ ഈ അടുത്ത് പാട്ട് കുറച്ചൊരു 3 മാസം അത്രയായിരിക്കും. അപ്പൊ ആ സമയത്ത് ആ കുഞ്ഞിക്ക് വേണ്ടിട്ട് ആ കുഞ്ഞൊരു ലൈവിൽ കയറിയിട്ട് എനിക്ക് ആരെങ്കിലും ഒരു പാട്ട് പാടി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കെന്തോ സങ്കടമായി. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഒരു പാട്ട് പാടി കൊടുത്തു. ആ പാട്ട് കൊടുത്തിട്ടാകുമ്പോ ഈ കാളി ഉണ്ണി പെണ്ണിനേരെ പറഞ്ഞൊരു പാട്ട്. അപ്പൊ ഓർക്ക് എന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഓരൊക്കെ മെസ്സേജ് അയച്ചു. എന്റെ പ്രൊഫൈൽ നോക്കുമ്പോ അതിൽ ഞാൻ പാട്ട് പാടിയിട്ട് സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പെർഫോമൻസിന്റെ വീഡിയോയിലുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, നീ എന്താ പാട്ട്? ഓർ നോക്കുമ്പോ വേറെ പാട്ടൊന്നുമില്ല, നീ എന്താ ഒരു അധ്യാപകനാണ് കോളേജിൽ. അപ്പൊ നീ എന്തുകൊണ്ട് ഈ പാട്ട് പാടി ഇടുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ട് പാടി ഇടാന്ന് പറഞ്ഞാലും ഇടുന്നില്ല. ആ സമയത്ത് എന്റെ അനിയൻ എനിക്കൊരു ഫോൺ വാങ്ങി തന്നു. അതുവരെ സാധാരണ ഒരു ഫോണായിരുന്നു. അപ്പൊ അത് ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞ ആ ഒരു മടി ഉണ്ടായിരുന്നു. ഫോൺ വാങ്ങി തന്നിട്ട് അപ്പൊ ഞാൻ വെറുതെ പാട്ട് പാടി. അത് കാവിലേയമ്മ ആ പാട്ടാണ് പാടിയത്. ആ പാട്ട് പാടുമ്പോ അതിൽ നിങ്ങൾ നോക്കിയാൽ കാണും, ആ പാട്ട് ഞാൻ വെറുതെ ഇരുന്നിട്ട് മസിലും പിടിച്ചിരുന്ന് പാടുന്ന പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇല്ല വെറുതെ ഇരുന്ന് ഞാൻ പാടുന്ന തൊണ്ട നേടുന്ന സൗണ്ട് വരുന്നു പോലും പറയാമെങ്കിൽ അങ്ങനെ പാടി. അത് കഴിഞ്ഞിട്ട് ഈ കളിയുണ്ണി പെണ്ണിനേറെ ആ പാട്ട് പാടി. അപ്പോഴൊന്നും ഈ സാറ് തൊന്നെടുത്ത് സ്റ്റോറി ഇടുന്നില്ല, നല്ല ഒരു കമന്റ് ഒന്നും ഇടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ അയച്ചു കൊടുത്തു, കാണാഞ്ഞിട്ടായിരിക്കും. അപ്പൊ സാറ് പറഞ്ഞു, ഇതല്ല നീ ആ സ്റ്റേജ് പെർഫോമൻസിലുള്ള നീ അല്ല ശരിക്കും നീ പാട്ടുണ്ട്, നീ ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ട്, ക്യാമറ ഉണ്ട്, ഇതിലൊരു കോൺഷ്യസ് നീ ആവുന്നുണ്ട്. അത് അതിന്റെ ആവശ്യമില്ല. ക്യാമറ വന്നാ പോയി. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ സ്റ്റേജിൽ നമ്മ ലൈവായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചിരിയും കളിയെല്ലാം വരും. അല്ലാണ്ട് നമ്മൾ മാത്രം ഒരു ക്യാമറയുടെ മുമ്പിലാകുമ്പോ എനിക്കത് ശരിയാവുന്നില്ല. ലാസ്റ്റ് ഇവരിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്തേ ഒരു നല്ലത് ഇങ്ങനെ പറയാത്തെന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് ഒരു പറഞ്ഞു, നീ ചിരിച്ചു പാടും, നീ എത്രത്തോളം ആ പാട്ട് ആസ്വദിക്കുന്നു അത്രത്തോളം അത് ഞങ്ങളും ആസ്വദിക്കും. അല്ലാതെ ഇങ്ങനെ കേട്ട് വിടും. കുറെ ആൾക്കാരുണ്ട് പാട്ട് പാടുന്നവര്. അപ്പൊ നിന്റേതായ ഒരു ഐഡന്റിറ്റി കൊടുക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പാട്ടുകൾ പുതിയ വരുന്നതാണ്. അപ്പൊ നിന്റെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കൊടുത്താൽ മാത്രമേ അത് ആൾക്കാർ സ്വീകരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ചിരിച്ചു പാടി. അപ്പൊ കുറെ കമന്റ്, പാട്ട് പാടിയില്ലെങ്കിൽ സാരില്ല, ചിരിച്ചാ മതി എന്നുള്ള കമന്റ് ഞാൻ കുറെ കേട്ടു. ആദ്യം ഞാൻ വിചാരിച്ചു വെറുതെ സ്വീപ്പാകുന്ന വെറുതെ പൊക്കുമല്ലോ നമ്മൾ അങ്ങനെല്ലാം വിചാരിച്ചു. പക്ഷെ FBയിലും ഇതേപോലെ കമന്റ് വന്ന സമയത്ത് ഇപ്പൊ നേരിട്ട് കാണുമ്പോ കുറെ ആൾക്കാർ പറയലുണ്ട്, നിനക്ക് മനസ്സിലാവുന്നില്ല, നിന്റെ ചിരി ഞങ്ങൾക്ക് അത്ര പറഞ്ഞു. പിന്നെ എന്നെ പഠിപ്പിച്ചൊരു രാജമാഷിന്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിനക്കറിയില്ല നീ എന്താണ് ഞങ്ങൾക്ക് തരുന്നത്, നിനക്കറിയില്ല, എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അത് നീ അറിയാത്തതാണ് നിനക്ക് നല്ലത്. മോള് സംസാരിക്കുന്ന സമയത്തും പാട്ട് പാടുന്ന സമയത്തും ഒക്കെ ആ ഒരു പ്രസന്റ് ചിരിയിൽ അതായിരിക്കും പാട്ടിന്. ഇപ്പൊ പാട്ട് തെറ്റിയാലും അവര് ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് ക്ഷമിക്കുന്ന പറയുന്നത് ചിലപ്പോ അങ്ങനെ ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ സാറിന്റെ ഒരു ഇതിലാണ് ഞാൻ ചിരിച്ചു പാടാൻ തുടങ്ങിയത്. പിന്നെ സാറ് ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടായത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് തരും. എഡിറ്റ് ചെയ്ത് ഞാൻ പാട്ടയക്കും. പാട്ട് അയച്ചിട്ട് ഇല്ല ഇത് ശരിയായിട്ടാന്ന് പറയുമ്പോ ഞാൻ പിന്നെയും പാടും. പാട്ട് പാടുന്ന ഒരാൾ പാട്ടിന്റെ ഭംഗി നോക്കും. പക്ഷെ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഓരോ നോക്കുന്ന സമയത്ത് ഓർക്ക് മനസ്സിലാവുമല്ലോ ഒരു ആസ്വാദനം കിട്ടുന്നുണ്ടോന്നുള്ളത്. അങ്ങനെ
ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടു ഇതിപ്പോ? ഇല്ല കണ്ടിട്ടില്ല. ഇതുവരെ നേരിട്ട് കാണാത്ത ഒരു ഞാൻ പറഞ്ഞു ചിലവര് വരുമ്പോ ചരിത്രം വഴിമാറെന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ ഒരാളുണ്ടാവും. അങ്ങനെ ഒരു അവിചാരിതമായ ഒരു മുഹൂർത്തത്തിൽ അങ്ങനെ പരിചയപ്പെട്ടു. അദ്ദേഹമാണ് ഈ ഏറ്റവും വൈറലായ പാട്ട് അപ്ലോഡ് ചെയ്തത്. ഓറാണ് എഡിറ്റ് ആക്കി തന്നെ. ഞാൻ പാടി അയച്ചു, ഓർ എഡിറ്റ് ആക്കി തന്നു, അയച്ചു തന്നു. പിന്നീട് മറ്റു പാട്ടുകളെല്ലാം അദ്ദേഹം തന്നെയാണ്. അതെ, ഇപ്പൊ അവസാനം വന്ന ഇപ്പൊ ഇട്ട പാട്ടുകളൊന്നുമല്ല. ഇപ്പൊ അദ്ദേഹത്തിന് അമ്മമ്മ മരിച്ച സീനും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് മാറി നിന്നിട്ടുണ്ട്. അല്ലാത്ത എന്റെ എല്ലാ കാര്യത്തിലും അത് ചെയ്തു തരുന്നത് പൃഥ്വി സാറാണ്. പിന്നെ ജയരഞ്ജിത്തിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാല് ഈ സംസാരത്തിലുള്ള ഈ കാടകം സ്ലാങ് ആണ്. ഒരുപക്ഷെ കാസർഗോഡൻ മലയാളത്തിന്റെ ഒരു ഭംഗിയുണ്ട്. അതൊരു ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നാടിന്റെ ഭാഷ. പൊതുവെ നമ്മള് ഇന്റർവ്യൂലായാലും മറ്റുമൊക്കെ നമ്മളെ കുറച്ചൊന്ന് പോപ്പുലർ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ഒന്ന് നമ്മുടെ സംസാര രീതിയിൽ മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. പൊതുവെ അങ്ങനെയാണ്. സെലിബ്രിറ്റി ആകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ചില ഒരു തയ്യാറെടുപ്പുകൾ നമ്മൾ. പക്ഷെ മോളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് കണ്ടിട്ടില്ല. അതില് എന്താണോ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നാട്യങ്ങളില്ലാത്ത ആ നാട്ടിൻപുറത്തുകാരിയായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, പാടുക മാത്രമല്ല പറയാനും അങ്ങനെ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വേണ്ട? ഒന്നാമത് നിങ്ങൾ പറഞ്ഞ എനിക്ക് ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സാധനം തലക്ക് കേറിയിട്ടേ ഇല്ല. ഒന്നാമത് ഇതെല്ലാം എനിക്ക് അതെ, എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഇടയില്ല വന്നിട്ട് മോനെ ഒരു സെൽഫി എടുക്കട്ടോ മോളേന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്നെ കളിയാക്കുന്ന എനിക്ക് തോന്നലുണ്ട്. എനിക്ക് അങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ ആവലുണ്ട്. അപ്പൊ എന്റെ അടുത്ത് അവര് പറയും ഇത് നിന്റെ തലയിൽ കേറാത്തിയാ നല്ലത്. ചിലപ്പോ ഇത് കേറിയെങ്കിൽ ചിലപ്പോ ഞാൻ മാറും. ഓട്ടോമാറ്റിക്കലി എന്റെ സാഹചര്യം എന്നെ മാറ്റും എന്നൊക്കെ തോന്നുന്നു. അത്ര എനിക്ക് എന്ത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഒരു ക്യാമറ മുമ്പിൽ വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് നിങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞാൽ മൈക്ക് എടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് നല്ല ഒരു സ്ലാങ്, കാരണം സ്റ്റേജിൽ മൈക്ക് കിട്ടിയ സാധനമാണ്. അല്ലാണ്ട് നിങ്ങൾ എന്നോട് വർത്താനം പറയാൻ പറഞ്ഞാൽ എനിക്ക് മറ്റേ സാധനം വരെയില്ല. എന്നിട്ട് എന്നോട് കുറെ ആൾക്കാർ ചോദിക്കുന്നത് എന്താ നീ ഇങ്ങനെ അത് ഞാൻ ആക്കി പറയുന്ന പോലെ. പക്ഷെ എന്നെ മനസ്സിലാക്കുന്നപ്പോഴേക്ക് അറിയും ഞാൻ ഇങ്ങനെ വർത്താനം പറയലില്ല, ഇങ്ങനെ വരും എന്റെ വായിന്ന്. അല്ലാതെ പറയുമ്പോൾ ഞാൻ നാടകത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ എന്തേ അവിടെ പോകുന്നു, ഇങ്ങോട്ട് എന്തേ വരാത്തെ, ആ ഒരു സാധനം അതെ അത് മനസ്സിലാവും. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും ഇവൾ ഇത്രല്ലാകുമ്പോഴേ ഇങ്ങനെയായി, അപ്പൊ ഇനി കുറച്ചും കൂടി വലുതായാലും എന്താവുന്നു. എനിക്കറിയാം ഞാൻ 25% മാത്രമേ ഞാൻ അയച്ചു, ഇനിയും കുറേ പോവാനുണ്ട്. അതെ, ആ ഒരു എളിമയാണ് ഒരു കലാകാരിക്ക് വേണ്ടത്. അതിന് ഒരു കലാകാരിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ മൂലധനമായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മോളുടെ മറ്റൊരു പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ, നമ്മുടെ പുള്ളിമാൻ. ആ പാട്ട് കൂടെ നമുക്ക് പാടാം. അത് ഇപ്പൊ എല്ലാവരും ഞാൻ നാടൻ പാട്ട് പോലെയാണ് അത് പാടുന്നതിന്റെ കുറെ അത് ചിന്ത് പാട്ടാണെന്ന് കുറെ ആള് കമന്റ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അത് ഒരു നാടൻ പാട്ട് അതിനെ കുറിച്ച് അറിയാത്തോണ്ടാണ്. അപ്പൊ അതിപ്പോ ചിന്ത് പാട്ടാണ്. ഇല്ല പാട്ട് പാടാൻ പറയുമ്പോ പാട്ട് പാടുന്നതല്ലാണ്ട് അപ്പൊ കുറെയൊക്കെ ചിലപ്പോ അത് ചിന്ത് പാട്ടെന്ന് അറിയുന്നവര് ഇത് നാടൻ പാട്ടല്ല എന്ന് പറയുന്ന കമന്റ് വരലുണ്ട്. അതിനൊരു പ്രത്യേക ഒരു വൈകാരികമായ ഒരു താളവും നമ്മൾ കേട്ടാ അറിയാതെ അവിടെ കേട്ട് നിന്നു പോകുന്നൊരു പാട്ടാണ് അത് പാടാം. പുള്ളിമാൻ മിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണുളി കാട്ടി വേലവൻ വള്ളി നിരക്കി. കന്നിപ്പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ, നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ. അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ, എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ. കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വേടാ, കാട്ടിലെ മലവേട നിന്നുടെ പത്നിയാവാനോ. കാട്ടുരാജന്റെ പുത്രിയാണേലും കാട്ടു പെണ്ണല്ലേ, കൂട്ടിരിക്കുവാൻ തോഴിയായി നീ കൂടെ പോരുന്നോ. ഈ പാട്ട് ഇപ്പൊ വിവാഹം കഴിക്കാൻ പോവാണ് അല്ലെ? അതെ അതെ, വിവാഹമൊക്കെ നിശ്ചയിച്ച് എപ്പോഴാണ്? മെയ് 26 കല്യാണം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു? ഓന് ഞാനെല്ലാം അയച്ചു കൊടുക്കും, ആദ്യം ആ പാട്ടെല്ലാം അയച്ചു കൊടുക്കും. അപ്പൊ വലിയൊരു പാട്ടുകാരൻ നല്ലൊരു ആസ്വാദകനും വന്നു. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞുതരും. ഒരുപക്ഷെ ഈ പാട്ട് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും. എല്ലാ പാട്ടും ഇഷ്ടം തന്നെ. ഒന്ന് പ്രത്യേകം ഞാൻ സിനിമ പാട്ട് പാടുന്നതാണ് ഭയങ്കര ഇഷ്ടം. മീൻസ് ഞാൻ നാടൻ പാട്ടിൽ തന്നെ ഒതുങ്ങാണ്ട് സിനിമ പാട്ട് പാടണം. അത് പാടിയാലല്ലേ മനസ്സിലാവൂ തെറ്റുണ്ടോന്ന്. അത് ഞാൻ അത് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. നല്ലോണം പാടും. നമ്മളൊരു പരിപാടിക്ക് പോയി അങ്ങനെ കണ്ടുമുട്ടി. അല്ല, വേറൊരു പരിപാടിക്ക് പോയി അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. കാസർഗോഡ് തന്നെയാണ് കണ്ടുമുട്ടി. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല കൂട്ടുകാരായിരുന്നു. പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി തരുമ്പോ തോന്നി ജീവിത പങ്കാളിയാക്കാൻ പറ്റിയ സഖാവിയാളാണ്. അതെ. നേരത്തെ നമ്മൾ പാടി നിർത്തിയ പാട്ട് പോലെ തന്നെ വളരെ ഫേമസ് ആയ മറ്റൊരു
പാട്ടുണ്ട് മോളുടെ, ആ മുല്ലത്തറയിലെ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, ആ പാട്ട് എഴുതിയത് കിഷോർ ചേരക്കര എന്ന് പറയുന്ന ഏട്ടനാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാ പരിചയം? ഇല്ല, എനിക്കറിയില്ല. ഏട്ടനെ മറ്റേ 24 ന്യൂസില് അദ്ദേഹമാണ് ആ പാട്ട് പാടിയെന്ന് പറഞ്ഞ ഒരു ഇത് വന്നപ്പോഴാണ് അദ്ദേഹത്തിനെ ശരിക്കും പരിചയപ്പെടുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്താ പറഞ്ഞാല് അതിന്റെ വരികളും ട്യൂണും അങ്ങനെയല്ല, കാരണം അത് ഇറങ്ങിയിട്ടില്ല ആ പാട്ട്. ആ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ പഠിച്ച പോലെ ഞാൻ പാടാറുണ്ട്. അങ്ങനെയല്ല, അവര് ഇറക്കിയിട്ടില്ല ആ പാട്ടിന്റെ പാട്ടുകൾ. അയാളെന്ന് പാടിയതല്ല, അവരുടേതായ സൃഷ്ടി വരണത്രേ. അതെ അതെ. അത് വെച്ചാല് അയാളൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയായിരുന്നു. അദ്ദേഹം 24 ന്യൂസിലാണ് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ ഞാനാണ് എഴുതിയത്. അപ്പൊ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയണമെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു പ്രതിഭാസം ഇല്ല, അത് അറിയില്ലല്ലോ. അത് ഞാൻ സോറി പറഞ്ഞു, ഞാൻ കാരണം സങ്കടം ഉണ്ടാക്കിയെങ്കിൽ സോറി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എവിടെ പോയാലും ആ പാട്ട് പാടുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പേര് പറയും. അതിന്റെ പേരിൽ അവർക്ക് സങ്കടാവണ്ടല്ലോ. മുല്ലത്തറയിലെ വെണ്ണില ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ, അന്നത്തോരന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ, ചെമ്പൻ മുടിയഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, ചേലത്ത മാൻമിഴിയുള്ളൊരു പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ, ആട്ടവും പാട്ടും മേറിയ നേരത്ത് മാറി നിന്നവൾ എന്റെ മുന്നിൽ നിന്നും, ചേലത്ത മാൻമിഴിയുള്ളൊരു പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ. അതുപോലെ നേരത്തെ പുള്ളിമാൻ മിഴി എന്നുള്ളൊരു പാട്ട് പാടിയല്ലോ. പക്ഷെ അതുപോലെ ഒരു അതേ ഈണമല്ല എങ്കിൽ പോലും മലൈക്കോട്ടെ വാലിബനില് ഒരു നാടൻ പാട്ട്, വളരെ പ്രസിദ്ധമായ ഒരു നാടൻ പാട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ഫീലുള്ള ഒരു പാട്ടാണ്. പക്ഷെ ആ സിനിമ കണ്ടവർക്ക് അതിലത്തെ പല ഗാനങ്ങളും ഉണ്ടെങ്കിലും ആ ഗാനത്തിനോടൊരു വല്ലാത്തൊരു ഇഷ്ടം നമുക്ക് തോന്നും. നമ്മളെ പഴയ കാനച്ചായിൽ ആടുവയ്ക്കാൻ എന്ന് പറയുന്ന രമണനിലെ വരികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. അതൊന്ന് പാടാൻ പറ്റുമോ? അറിയുന്നത്ര ഞാൻ പാടും. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, എന്തോ തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കൂറുമ്പ, പട്ടോടുപ്പിച്ചു ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം, പന്തയം വച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, മുത്തമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തെടുക്കും. ഈ പാട്ടുകളൊക്കെ ഇപ്പോ സ്റ്റേജിൽ ഇപ്പം നമ്മൾ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ വൈറൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ശേഷം സ്റ്റേജ് പ്രോഗ്രാമുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് സ്കൂൾ വാർഷികങ്ങൾ നടന്ന സമയത്ത് ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ മോളാന്ന് ക്ഷണിക്കപ്പെട്ടത് ഒരു വിശിഷ്ട. അവിടെയൊക്കെ പാട്ട് പാടാൻ പറയുമല്ലോ. അപ്പൊ ഏതൊക്കെ പാട്ടുകളാണ് അവർക്ക് വേണ്ടത്? ഒന്ന് പറഞ്ഞ ചെണ്ടുമല്ലികപ്പൂവും പുള്ളിമാൻമിഴി മുല്ലത്തറയിലാണ് അവർക്ക് മെയിൻ ആയിട്ട്. അതെ അതെ അതെ, അത് കേൾക്കാനാണ് അവരിരിക്കുന്നത്. ഒരു സ്റ്റേജിൽ അത് പാടാഞ്ഞിട്ട് ഒരാളെയൊക്കെ എഴുതി കുഞ്ഞിനെല്ലാം എഴുതിട്ട് മുല്ലത്തറയില് പാടാമോ പ്ലീസ്. ചാലക്കുടി പ്രസീത വന്നിടത്തല്ല മറ്റേ പിന്നെ കേൾക്കണോ പ്രിയ പാടാൻ പറയുന്നത് പോലെ. അതെ അതെ, അവർക്ക് ഒരു പാട്ടിലൂടെ അങ്ങനെ ആയിരിക്കും അത് അവർക്ക് ഇഷ്ടം. അവരത് കേൾക്കാനാണ് നിന്നത്. ഇന്നലെ ഒരു പാട്ട് പാടാനിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അതെന്താ നീ മറ്റേ പാട്ട് പാടാത്ത, ഞാൻ അത് കേൾക്കാൻ വന്നത് പറഞ്ഞു. എല്ലാ പാട്ടും അങ്ങനെ പറയുന്ന സമയത്ത് എല്ലാ പാട്ടും പാടാൻ പറ്റില്ല, നമ്മുടെ ശാരീരികമായിട്ടും പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അതൊരു സന്തോഷമല്ലേ? പിന്നെ സന്തോഷം, നല്ല കുറച്ചെറിയ സന്തോഷം എന്നല്ല, കാരണം ഇതൊന്നും നമ്മൾ വിചാരിക്കാതെ നടക്കുന്നതല്ലേ. അപ്പൊ എന്നെ കൊണ്ട് 4 വരിയെ പാടുണ്ട്. അപ്പൊ അവർക്ക് അത് സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ അന്ന് കുറേ പാട്ട് പാടി. ആ ഒരു സ്കൂളിൽ കയ്യൂർ സ്കൂളിൽ പോയി ഞാൻ കുറേ പാട്ട് പാടി. അതായത് നിർത്തുന്നു, താങ്ക് യു പറയുന്നു, പോകുന്നു, അപ്പൊ ഒരു പാട്ട് പാടാൻ പറയുന്നു, കുറേ നേരം അങ്ങനെ പാട്ട് പാടി. ഇപ്പൊ ഈ ഓരോ വേദികളിലും പോകുന്ന സമയത്ത് പല വിദ്യാലയങ്ങളിലായിക്കോട്ടെ, അതുപോലെ മറ്റു സാംസ്കാരിക വേദികളിലായിക്കോട്ടെ, ഇപ്പൊ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട അങ്ങനെ പോകുമ്പോൾ ഈ നാടൻ പാട്ടുകളല്ലാതെ മറ്റു പാട്ടുകൾ പാടാൻ പറയാം.
ഇല്ല അവര് എന്നെ നാടൻ പാട്ട് കേൾക്കാനാണ് ഒന്നിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വിഷയമില്ല. അല്ലാണ്ട് ഇപ്പൊ ഒരു രാഷ്ട്രീയ വേദിയിലാണെങ്കിൽ അവിടുന്ന് വിപ്ലവഗാനം പാടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. മോൾക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. പിന്നെ ഏതെങ്കിലും ട്രൂപ്പിൽ ഇപ്പൊ പാടാറുണ്ടോ? ഇല്ല, ഞാൻ നിലവിലില്ല. ഞാൻ കാസർഗോഡ് ചിലമ്പോലി ഞാൻ പാടിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇപ്പൊ കനൽ കാസർഗോഡ് അങ്ങനെ ടീം വിളിക്കുമ്പോ പാടാൻ പോകുന്നതല്ലാണ്ട് ഇപ്പൊ ഒരു ട്രൂപ്പിലും ഇല്ല. ശരിക്കും ഇപ്പോഴും ഈ യാത്രകള് പ്രത്യേകിച്ചിട്ട് ഒരുപാട് ദിവസം ഡെയിലി പ്രോഗ്രാമുകൾ ഉണ്ടാവും. എങ്ങനെയാ ഓള് സ്വന്തമായിട്ട് പോവാ അല്ലെങ്കിൽ ആരെങ്കിലും? ചിലവര് അവരെന്നെ വണ്ടി അയക്കും, അവിടെ അയക്കും. അച്ഛനൊന്നിച്ച് വരും. പിന്നെ നാട്ടിലെ ഏട്ടന്മാരെല്ലാം അവര് ഫ്രീ ഉണ്ടെങ്കിൽ അവര് കൊണ്ടുപോകും. വരന്റെ നാട്ടിൽ പോയോ? പരിപാടിക്കായിട്ട് പോയിട്ടാ, അല്ലാണ്ട് ഒരു പെണ്ണ് കാണാൻ ചടങ്ങായിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു പോക്കുണ്ടല്ലോ, ഞാനും പോയി ഒന്നിച്ച് കാണാൻ വേണ്ടി. ഇല്ല ആടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇപ്പോഴേ പോകുന്നില്ല പറഞ്ഞിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ശേഷം നോക്കാ പറഞ്ഞിട്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ പോകുന്നതിനോടുള്ള ഒരു സപ്പോർട്ട്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നന്ദുവിന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യത്തിൽ പോകുന്നതെല്ലാം. അപ്പൊ എനിക്കൊന്ന് ഇവിടുത്തെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ ആടുത്തെ അച്ഛൻ ആ ഒരു കാര്യത്തിൽ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കലാകാരി കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചോളെ ഈടുന്ന് ഇത്രയും ഇതിൽ ഞാൻ വളർന്നിട്ട് ആടെ പോയിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ പരിപാടിക്ക് വിടുവോ അല്ലെങ്കിൽ എന്നെ പാട്ടോടെ സമ്മതിക്കുമെന്നല്ല. പക്ഷെ ആടുത്തെ അച്ഛനും അമ്മക്കും അതെല്ലാം ഭയങ്കര, ആടുത്തെ അമ്മായി ആയിക്കോട്ടെ ആരായാലും എല്ലാവർക്കും ഭയങ്കര സ്നേഹം. നന്ദുവിന്റെ അമ്മാവൻ പാടും, നന്ദു പാടും, അച്ഛൻ പാടും. അപ്പൊ അങ്ങനത്തെ എല്ലാം കൊണ്ട് എനിക്ക് അവസാനം കിട്ടിയ നല്ലൊരു ഫാമിലി തന്നെയായി. പക്ഷേ ഈ സംഗീതം തന്ന ഒരു ഭാഗ്യമായിരിക്കും അല്ലേ? ഏകലവ്യനെ പറയാറുണ്ട്, നമ്മൾ ഗുരുവൊന്നും ഇല്ലാതെ സ്വയം പഠിച്ചു. അതുപോലെയാണ് മോളുടെയും ഒരു സംഗീത വഴികൾ. ഈ പാട്ട് പാടി വൈറലായ ശേഷം പ്രശസ്തരായ ഗായകരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മോളെ വിളിച്ച് എന്നെ ദേവനന്ദൻ സാറ് കരിമിഴി കുരുവി പാടിയ ആ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പാട്ടാണ്, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പാട്ട് കേട്ടത് ശേഷം നല്ല ഗ്രൂപ്പിൽ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായി നല്ലോണം പ്രാക്ടീസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന് വിളിക്കാൻ, കൊച്ചിയിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സിത്താര ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അതെന്ന് വെച്ചാൽ സിത്താര ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതൊരു പാട്ട് കേൾക്കുന്നത്. അപ്പൊ സാർ അപ്പൊ തന്നെ ഫോളോ ആക്കിയിട്ട് അപ്പൊ തന്നെ നന്നായി കാര്യം പറഞ്ഞു. എന്നിട്ട് സാറാണ് സിത്താര ചേച്ചി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സിത്താര ചേച്ചി മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നെ സിനിമാ ഫീൽഡിൽ മധുബാൽ സാറ് വിളിച്ചു, വിളിച്ചു കല്യാണത്തിന് വരും എന്ന് പറഞ്ഞു. കല്യാണത്തിന് വരും. പിന്നെ ബെന്യാമിൻ സാറ്, ബെന്യാമിൻ കല്യാണത്തിന് വരാം. ഈ പാട്ട് കേട്ട ശേഷം അതെ അത് സജി സാറുണ്ട്, സജി മാർക്കോസ് എന്നൊരു സാറുണ്ട്, ബഹ്റൈനിലെ വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ട്. അപ്പൊ സാറിന്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാം. സാറ് ഈ പാട്ട് കേട്ട് ഷെയർ ആക്കി. ആരും അറിയില്ല, അവരൊക്കെല്ലാം കേൾപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, മീൻസ് സാർ ഇപ്പൊ എന്റെ ഇങ്ങനെ സ്വന്തം മോളെ പോലെ കൊണ്ട് ഞാൻ ആലോചിക്കുന്നു. ഇവരൊന്നും ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഒരു പാട്ട് വഴി ബന്ധം. സാർ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചോദിക്കണം. ഇനി ഇവരെല്ലാം പരിചയപ്പെടുത്തി വീഡിയോ കോളിൽ കാണിച്ചു തന്നു. കല്യാണത്തിന് പോകണം സാർ, ഇപ്പൊ നാളെ നാട്ടിലേക്ക് വരും, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി സാറ് പോകുന്നില്ലോ. അപ്പൊ അങ്ങനെല്ലാം കേൾക്കുമ്പോ ഞാൻ ആലോചിക്കുന്നതെല്ലാം എങ്ങനെ വിളിച്ചു സാറ് വിളിച്ചു, പാട്ട് പാടണം. പണ്ടേ അഭിനയമോഹം ഉണ്ടല്ലോ, അപ്പൊ ഈ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു സാധ്യത ഇവരുമായിട്ടുള്ള ഈ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞിരുന്നു. അവരോട് സജി സാറിനെ പറഞ്ഞു, പാട്ട് പാടിയാൽ മാത്രം പോരോ, അഭിനയിക്കുകയും വേണമെന്നെല്ലാം പറഞ്ഞു. അത് അവസരം നമുക്ക് ഉണ്ടാക്കാം. നല്ലൊരു തീർച്ചയായും നമുക്കൊരു അഭിനേത്രിയെ കൂടി കാസർഗോഡ് കിട്ടും. എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ നാട് അഭിനയത്തിന്റെ ഒരു നാടകത്തിനെയൊക്കെ തൊറ്റി പാടി വളർത്തിയ ഒരു മണ്ണാണല്ലോ. കൂടുതലൊരു നല്ലൊരു അഭിനേത്രി മലയാള സിനിമയ്ക്ക് വേണ്ടതാണ്, വരേണ്ടതാണ്. അത് പിന്നെ ജയരഞ്ജിത്തിലൂടെ ആവട്ടെ, നടക്കട്ടെ അല്ലേ? ഇപ്പൊ വിഷു ആണിന്ന്. തീർച്ചയായിട്ടും ഈ വിഷുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മോളെ സംബന്ധിച്ചിടത്തോളം. വിവാഹം വരാൻ പോവാണ്. പാട്ടിലൂടെ, നാടൻ പാട്ടിലൂടെ ഒരുപക്ഷെ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ജീവിത സൗഭാഗ്യങ്ങൾ ജയരഞ്ജിത്തൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിഷുവാണ്. എന്താ വിഷു വിശേഷങ്ങൾ? വിഷുവിന് എല്ലാം മീൻസ് ഇപ്പൊ പിന്നെ വിഷു ആഘോഷങ്ങൾ കുറഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോ ഇല്ല പോലെയല്ല ഇപ്പൊ വിഷു ആഘോഷിക്കുന്നത്. ഇപ്പൊ കുട്ടിയായിരിക്കുമ്പോ എങ്ങനെയാണ്? കുഞ്ഞായിരിക്കുമ്പോ പറഞ്ഞാല് രാവിലെ അച്ഛന്റെ നാട് പാലക്കാട്. അച്ഛന്റെ പേരെന്താ? ജയചന്ദ്രൻ. പാലക്കാട് കല്ലടിക്കോടാണ് അച്ഛന്റെ നാട്. അച്ഛൻ പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിലായി. അങ്ങനെ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു. അപ്പൊ ഇവിടെ തന്നെ അച്ഛന്റെ അമ്മേരെ അച്ഛൻ പറഞ്ഞു ഇവിടെ നിക്കുവാണെങ്കിൽ കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അനിയത്തി ഇങ്ങോട്ട് വന്നു അച്ഛന്റെ. അവന് ആടെ നാട്ടിൽ അങ്ങനെ അച്ഛനമ്മല മരിച്ചു. അപ്പൊ ഇവിടെ തന്നെ നിന്നു. അങ്ങോട്ട് എങ്ങനെ പോവില്ല, അങ്ങോട്ട് ഞാൻ പോയിട്ടാ എത്രോളം. അപ്പൊ ഇവിടെ പറഞ്ഞാല് പണ്ട് കാലത്ത് പുതിയ ഡ്രസ്സ് കിട്ടും, പിന്നെ പടക്കം പൊട്ടിക്ക, രാവിലെ കണി നോക്കാം, അമ്പലത്തിൽ പോവാം.
നല്ല വീടുകളിലൊക്കെ കണി ചോദിച്ചു പോകാറുണ്ട്. ഇല്ല, ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതെല്ലാരും പറയുമ്പോ എനിക്കത് എന്താണ് അനുഭവിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മൂത്തമ്മേടെ പോയിട്ട് വരുമ്പോ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ എല്ലാ വീട്ടിലേക്ക് പോകും. അവരെ പടിഞ്ഞാറ്റയിൽ കയറിയിട്ട് നോക്കി പിന്നെ അങ്ങനെ എന്തെങ്കിലും 5-10 തന്നാലായി, അല്ലെങ്കിൽ അവിടുന്ന് രാവിലത്തെ പഴം അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും. അതായത് ശരിക്കും എനിക്ക് ഫസ്റ്റ് വിഷു എനിക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ അത്. അല്ലാണ്ട് എല്ലാ വീട്ടിലത്തെ അടുത്തില്ലേ പിള്ളമാരെല്ലാം വന്നിട്ട് പടക്കം പൊട്ടിക്കല് ഇതെല്ലാം. അതെ അതെ. ഇപ്പൊ പിന്നെ എല്ലാരും വലുതായില്ലേ, അപ്പൊ ഇപ്പൊ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. പിള്ളമാരെല്ലാം വീട്ടിൽ മാത്രം പൊട്ടിക്കാന്നല്ലാണ്ട്. ഉണ്ട് അടുത്തടുത്ത് വീടുണ്ട്, പക്ഷെ വീട്ടിലാരും ഇല്ല. അങ്ങനെ എല്ലാം വലിയ കുട്ടികളായി. അപ്പൊ അവർക്കൊന്നും ഇപ്പൊ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതെ അതെ അതെ. ഇപ്പൊ ഫോണായില്ലേ, ഫോണ് സിനിമ ഇതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഇല്ല വിഷു പ്രോഗ്രാം ഉണ്ടാവില്ല. ഓണത്തിനും അങ്ങനത്തെ ഉണ്ടാകുന്നല്ലാണ്ട് വിഷുവിന് അങ്ങനെ പ്രോഗ്രാംസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നിപ്പോ നമ്മെല്ലാം വിഷു പറയുമ്പോ ജസ്റ്റ് കണിക്കൊന്ന വിളിച്ചു, ഒരു സെറ്റ് സാരി എടുത്ത് ഫോട്ടോ എടുത്തു, പോസ്റ്റ് ആക്കി. അപ്പൊ എല്ലാവർക്കും ഇതൊന്നും ഭയങ്കര വിഷു ആഘോഷിക്കുന്ന കൂട്ടറാണെന്നില്ല അങ്ങനെ തോന്നാൻ മാത്രം. ഒന്നുമില്ല മാത്രം. വിഷു എന്ന് പറയാൻ ഒന്നുമില്ല. പണ്ടല്ലോ ഇപ്പൊ പുതിയ സിനിമ വരുന്നവര് ടി വി നോക്കുന്നവരുണ്ട്. ഇപ്പൊ എല്ലാം മുന്നേ നമ്മൾ സിനിമ തിയേറ്ററിലും പോയി ഫോണിൽ നോക്കി കണ്ടു. ഇപ്പൊ അങ്ങനത്തെ ഒരു സുഖമില്ല വിഷു എന്ന് പറയുമ്പോൾ. പരമ്പരാഗതമായ ചടങ്ങുകൾ കുറഞ്ഞു നല്ലോണം കുറഞ്ഞു. അതിപ്പോ എനിക്ക് തോന്നുന്നു ഒന്നിക്കലും കാലത്തിനനുസരിച്ച് മാറിയത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മ വലുതായതുകൊണ്ട് നമുക്ക് അതിനോട് താല്പര്യമില്ല. അതെ, ഒന്നുമില്ല. കണിക്കൊന്ന എന്തെങ്കിലും 2 പറിച്ചൊന്നും അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പണ്ടെല്ലാം അമ്മ പറയും ചില കണിക്കൊന്നും ഇല്ലാണ്ട് എങ്ങനെ കണി വെക്കൽ എന്ന് പറയും. ഇപ്പൊ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായി. രാധ, അമ്മയുടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ ഇപ്പൊ എന്താ വെച്ചാൽ പാട്ട് ഒരു പ്രായം കഴിയുമ്പോ അമ്മ ഞങ്ങളെല്ലാം വളർത്തുന്നതിൽ അമ്മ നിർത്തി. എന്നിട്ട് അമ്മ ഇപ്പൊ എന്റെ പാട്ട് പാടാൻ നോക്കലുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാ ഇന്റർവ്യൂലും കയറിയിട്ട് അമ്മ പാട്ടോടും അമ്മക്ക് ടെൻഷൻ. ഇനിയിപ്പോ എവിടെയെങ്കിലും പോയിട്ട് എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നില്ല വേറെ നമുക്ക്. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനി ഏടെ പോയാലും ഞാൻ പാട്ട് പാടുന്നെന്ന് പറഞ്ഞില്ല. എല്ലാരും നിങ്ങൾ പാടുമല്ലോ അമ്മേനെ ഇതാക്കലുണ്ട്. പക്ഷെ നാട്ടുകാർക്കെല്ലാം അറിയാം അമ്മ പാടുന്നില്ലത്. അച്ഛൻ പാടും. അച്ഛൻ വീട്ടിൽ വെറുതെ ഒരേട്ടനും ഒരു അനിയനും. കളിപ്പറമ്പില് വർക്ക് ചെയ്യുന്നുണ്ട്. ജയരഞ്ജിത്ത്, അനിയൻ ജയസൂര്യ. അച്ഛന്റെ ജയ എല്ലാവർക്കും. ഈ ജയരഞ്ജിത്തും ജയസൂര്യയും പാടും. അവര് പാടും, നല്ലോണം പാടും. അതെ അതെ. അവര് വരുന്ന് പറഞ്ഞിന്. ഇപ്പൊ അനിയനിപ്പം പോയതേ ഇരുവട്ടന്റെ അടുത്തേക്ക്. അപ്പൊ കല്യാണത്തിന് എന്തായാലും ലീവ് എടുക്കേണ്ടത് കൊണ്ട് ഇപ്പോഴേ വന്നാല്. അതെ കൂടില്ല. നോക്കാൻ പറഞ്ഞു, വരാൻ കഴിയുമെങ്കിൽ വരാ. മുൻ വർഷങ്ങളിലൊക്കെ വിഷുവിന് ഒന്നിച്ചിരുന്ന് പാട്ടൊക്കെ പാടാം. ഇല്ല അങ്ങനെ ഇപ്പൊ ഏട്ടൻ വന്നു ഫ്രണ്ട്സിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. പിന്നെ വരുന്ന ഉച്ചക്ക് വന്നു, പിന്നെ പോയി, പിന്നെ ഒരു രാത്രിക്ക്. അതിന് ഞാൻ കുറവന്നെ വീട്ടിലുണ്ടാവല് കുറവന്നെ. അതേ പറഞ്ഞ ആ പണ്ടത്തെ ഒരു സ്നേഹമുണ്ട് ഉണ്ടോ വെച്ചാൽ നല്ലോണം സ്നേഹമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ അതില്ല. അതിപ്പോ സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ. അതെല്ലാം നല്ലോണം മിസ്. അതെ, സത്യം തന്നെ. പണ്ട് ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരിത്. പിന്നെ അവരവരെ സമയം മാറ്റമായിരിക്കും. അതെ അതെ. അങ്ങനെ വിചാരിക്കുമ്പോ പിന്നെ വെച്ചാൽ പണ്ട് തൊട്ട് നാട്ടിലിങ്ങനെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് കണി ചോദിക്കൽ അങ്ങനത്തെ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതെല്ലാരും കുറെ ആൾ ഇപ്പോഴും പറയലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾക്ക് ഇത്ര പൈസ കിട്ടി. അത് ശരിക്ക് നഷ്ടപ്പെട്ടു. അതില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും വിഷു കൈനീട്ട കിട്ടിയോ അല്ലെങ്കിൽ വിഷു കൈനീട്ട കൊടുക്കലുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിൽ സാധനം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നമുക്കില്ല, പണ്ട് തൊട്ടേ ഞങ്ങൾക്കില്ല. ഇപ്പൊ അച്ഛൻ ഒരു 10 രൂപ തരല്, അമ്മ ഒരു 10 രൂപ തരല്, അതില്ല. അത് അടുത്ത വർഷം ജയരഞ്ജിതയുടെ വിഷു മലപ്പുറത്താണ്. അതെ അതെ. അവിടെ വേറൊരു വിഷു. അതെ, അടുത്ത ആഘോഷങ്ങൾ എന്തെന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അതെ. അപ്പൊ നമുക്ക് ഏതായാലും ഒരു വിഷുപ്പാട്ട് വേണ്ടേ വിഷു ആയപ്പോ ആ പാട്ട് ജയരഞ്ജിതയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പാട്ട് പാടാം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ച് കാണുമ്പോൾ കണ്ണിനുള്ളിൽ ആനന്ദം പരവേശം ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. ഒന്നൂടെ ആടൂലേ. കണ്ണാ കണ്ണാ
കണ്ണാ. മറ്റ് ഒരുപാട് വിഷുപാട്ടുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പഴയ സിനിമകളിലൊക്കെയുള്ള ഒരുപാട് പാട്ടുണ്ട്. കണി കാണും നേരം, ആ പാട്ട് ഓർമ്മയുണ്ടോ? അത് രണ്ടുപേരും അങ്ങനെ പാടയില്ലല്ലോ ഇപ്പൊ. അത് ഇതിപ്പം ഇപ്പൊ മോള് പാടിയ പാട്ട് വളരെ ഫേമസ് ആയ പാട്ടാണ്. പക്ഷെ അതും മോള് പാടുമ്പോൾ വേറൊരു രീതിയിലാണ്. അതെ, സ്വാഭാവികമായിട്ടും ആ ഒരു നമ്മൾ കേട്ട നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടല്ല, വേറൊരു പുതിയ പാട്ട് കേൾക്കുന്ന പോലെ കേട്ടത്. അതിന് പക്ഷെ നേരത്തെ പറഞ്ഞു ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒന്നിച്ച് കുറേ നേരം പാട്ട് കേൾക്കണം. ആ പാട്ട് ഞാൻ ഫസ്റ്റ് എന്താ വെച്ചാല് എന്റെ അടുത്ത് എല്ലാരും ഇത് പറയുന്നതാണ്, ഞാൻ അനുസരിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു പാട്ട് നമ്മ കുറേ പ്രാവശ്യം കേട്ടിട്ട് വേണം അതിന്റെ ഒന്നിച്ച് പാടാൻ. ഞാൻ എന്താക്കുന്ന ഒരു പാട്ട് കേട്ടാൽ ആദ്യം അതിന്റെ ഒന്നിച്ച് പാടും. അപ്പൊ ഞാൻ ട്യൂണൽ വന്നു, അപ്പൊ പിന്നെ അതൊക്കെ തിരുത്താൻ കഴിയില്ല. കാരണം ഞാൻ ഒന്നിച്ച് പാടിയിട്ട് പഠിച്ചിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്താക്കുന്ന എന്തെങ്കിലും ഒരു പാട്ട് അത് ചിലവർക്ക് അത് ഇഷ്ടാവും. പക്ഷെ ചിലവർക്ക് ആ പാട്ടിനോട് ഭയങ്കര ക്രേസ് ഉള്ളവർക്ക് അത് മാറ്റുമ്പോ പാട്ട് മാറ്റുമ്പോ അങ്ങനെ അല്ലല്ലോ ആ പാട്ട് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ അവർക്ക് അത് ചിലപ്പോ ഉണ്ട് മാത്രം അങ്ങനെ ഉണ്ട് ആൾക്കാർ ചിലപ്പോ അങ്ങനെ അത്. ചാലക്കുടി പ്രസീതയുടെ മറ്റേ ആ പാട്ടുണ്ടല്ലോ, വളരെ പ്രസിദ്ധമായ പാട്ട്, ഇല്ല പാട്ടുകാരി പാടിയിട്ടില്ല. അതൊന്നു വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജ് പരിപാടിയിൽ എല്ലാരും തുടർച്ചയായിട്ട് ഈ പാട്ട് പാടുന്നുണ്ട്. നമുക്കൊരു പാട്ടിനോട് ചില സമയത്ത് നമുക്കൊരു മടുപ്പ് വരും. ഇപ്പൊ ഒരു സ്റ്റേജിൽ കയറുമ്പോ ഓളിപ്പ ആ പാട്ട് പാടും. കാരണം ഒരു ആൾക്ക് മനസ്സിലായി ഇപ്പൊ ആ പാട്ട്. ഇപ്പൊ തുഞ്ചൻ പറമ്പിൽ നിന്നും എന്ന് പറയുമ്പോ തന്നെ ഒരു മുഷിപ്പ്, കാരണം അത് കേട്ട് കാരണം ഒന്ന് കേട്ട് പഴകിയ ആ പാട്ട് ആൾക്കാർക്ക് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ താളത്തിനനുസരിച്ച് തുള്ളുക എന്നല്ലാണ്ട് പാട്ടിനോട് ഇത് പോകും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനത്തെ പാട്ട് ഒഴിവാക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതെ ഇപ്പൊ ഞാൻ എട്ടുനാടും ആ പാട്ട് അധികാരം കേട്ടിട്ടില്ല. നല്ല പാട്ട് അത് പാടി. അതെ ഞാൻ അത് പാടി. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, അമ്പത്തിരടികളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ, പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്തേ, നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടേ തകതികുതൈ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, അമ്പത്തിരടികളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ, കളരിയും കണ്ടു ഞാനേ ഗുരുമുഖം കണ്ടു ഞാനേ, ഗുരുവിന്റെ ചീതമേറും ചമയം കണ്ടേ തകതികുതൈ. ഇങ്ങനത്തെ പാട്ട് പൊതുവെ ആരും കേൾക്കാത്തത് കൊണ്ട് ആ പാട്ട് സ്വീകരിക്കാൻ ആളുണ്ട്. ഇപ്പൊ ഞാൻ സാധാരണ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നാടൻ പാട്ട് പാടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഇവര് ഒരു പാട്ട് പാടി വെച്ചിട്ട് ഞാനത് പാടുമ്പോ അതുമായിരിക്കും കമ്പാരിസൺ വരുന്നത്. ഇവരെക്കാളും അവര് നല്ലോണം പാടിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്കൊന്നും അത്രയുള്ള അധികം ആരും കേൾക്കാത്ത പാട്ട് പാടുന്നോണ്ടായിരിക്കും എനിക്ക് അത്രയും ഇത് കിട്ടിയെന്ന് തോന്നുന്നു. ഒരു ചോദ്യം, സിനിമയില് പാട്ട് പാടാൻ ഒരു അവസരം കിട്ടുന്നു, അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നു, ഏതായിരിക്കും? ഞാൻ പാട്ട് പാടിക്കൊണ്ട് അഭിനയിക്കേണ്ട വല്ലതുണ്ടോ എന്ന് ഞാൻ ചോദിക്കും ആദ്യം. പാട്ട് പാടിക്കൊണ്ട് അത് കുറച്ച് അല്ലേ നിന്ന് പോന്ന പോലെ പാട്ട് പാടിയാല് അല്ല. ശരിക്കും ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ഞാൻ പാട്ടിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതാണ്. അപ്പൊ ഞാൻ നാടകം ചെയ്യുന്ന പണ്ടേ സിനിമ എന്നുള്ളൊരു മനസ്സിലുള്ളത് കൊണ്ട് നേരത്തെ എനിക്ക് എന്ത് കിട്ടിയാലും ചെയ്യും. അതല്ല ഇപ്പൊ എന്നോട് എല്ലാരും ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറയുമ്പോ സൂക്ഷിക്കണം, മുതലെടുക്കാൻ ആളുണ്ടാവും പറയലുണ്ട്. കാരണം ഒരു സിനിമയുടെ അധികമായിട്ട് ക്രേസ് ഉണ്ടെന്ന് പറയുമ്പോ ഒരു സിനിമയുണ്ട് വരുമോന്ന് അഭിനയിക്കാൻ വരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല, സെലക്റ്റീവ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ആപ്റ്റാണെങ്കിൽ മാത്രം ഞാനത് എടുക്കും. പക്ഷെ ഇപ്പൊ സാറ് ചോദിച്ചാണെങ്കിൽ പാട്ടിനോടൊരു പ്രാന്തത്തിലൊരു സാധനം വരുന്നത് എനിക്ക് ഇപ്പൊ ഇത് എല്ലാവരും എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പാട്ടിനോടൊരു സ്നേഹം തോന്നുന്നത്. അല്ലാണ്ട് ഞാൻ സ്റ്റേജിൽ കയറി പാടാൻ ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ ആലോചിക്കുന്ന വെച്ചാല് അതിനൊന്നിച്ച് ഡാൻസ് കളിക്കാം, കുറെ ആൾക്കാരെ കാണും, കുറെ ആൾക്കാർ എന്നെ കാണും, സ്റ്റേജിൽ പോയി, അതാണ്. അല്ലാതെ പാട്ടിനോട് വല്ലാത്ത ഒരു പ്രാന്തായിട്ട് കയറുന്നതല്ല. ഈ ഒരു സാധനം ഇഷ്ടമുള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ സന്തോഷം തരുന്നാലും ഞാൻ പാടുന്ന പാട്ട് കുറെ ആൾക്ക് സന്തോഷം കൊടുക്കുന്നു. ഇപ്പൊ ആശുപത്രി നിന്നെല്ലാം എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, രാത്രി എവിടെയോ ബോർഡറിൽ അങ്ങോട്ടോ എവിടെയോ ഇങ്ങനെ സാധനം കൊണ്ടുപോകുന്ന അങ്ങനത്തെ എന്തോ പറയുമ്പോ ഈ പാട്ട് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കേൾക്കല്. അപ്പൊ പേടിയില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല ഒരു സാധനം ആ യാത്രയിൽ നല്ലതാണെന്ന് ഇങ്ങനെ പറയലുണ്ട്. അപ്പൊ അത് ശരിക്കും ഞാൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കള് മരിച്ചുപോയി, ഭാര്യയും ഭർത്താവ് ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിൽ ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം കേട്ടു, അത് ചിലപ്പോ ഒരു ലെങ്തി വീഡിയോ അതെങ്കിൽ ചിലപ്പോ അത് കേൾക്കൂല. ഇത്
ഒരു പ്രാവശ്യം കേട്ടു, 2 പ്രാവശ്യം കേട്ടു, 3 പ്രാവശ്യം കേട്ടിട്ട് മടുപ്പ് വരുന്നില്ല നിന്റെ പാട്ടെന്ന്. അതല്ല എന്റെ വിജയം എന്ന് പറഞ്ഞ സാധനം. അതല്ല എനിക്ക് കുറെ ലൈക്ക് കിട്ടുന്നതോ ആണ്, കുറെ ലൈക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി പാട്ടായിട്ട് പൈസ കിട്ടുന്നതോ ആ സമയത്ത് ഞാൻ പറയട്ടെ, ഒരു 2000 രൂപ കിട്ടിയെങ്കിൽ കഥയായിരുന്നു വലുത് ഞാൻ പറയട്ടെ. പക്ഷെ ഇപ്പൊ ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതിനപ്പുറം എനിക്ക് കൊടുക്കാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ മലയാളിയുടെ മനസ്സിൽ ജയരഞ്ജിത എന്ന ഈ കാസർഗോഡ് ഉൾഗ്രാമത്തിലെ കാടകത്തുള്ള ഒരു കുട്ടി, അവരുടെ ശബ്ദം, അത് അവർക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളെ ഒരു ദൈവ സമ്പാദ്യമല്ല, അല്ലെങ്കിൽ ഒരു പ്രസാദം പോലെ മനസ്സിൽ ഇങ്ങനെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്കിപ്പം സന്തോഷം അത് തന്നെയാണ്. കാരണം ഇനിയിപ്പോ ഒരു 10 നെഗറ്റീവ് വന്നാലും അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രമേ ഞാൻ സ്വീകരിക്കുന്നില്ല. കാരണം എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പാർട്ടി പരിപാടിക്ക് ഒരു പാട്ട് പാടി പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, പാർട്ടി പരിപാടിക്ക് പാടണം. ഞാൻ പറഞ്ഞു ഈ പാർട്ടി എന്നല്ല, എനിക്ക് ആര് പാട്ട് പാടാൻ വേദി തന്നാലും ഞാൻ പാടും. പിന്നെ നിലപാടുകൾ അതെന്റേതാണ്. രാഷ്ട്രീയ നിലപാട് ഒരാൾക്ക് പേഴ്സണലിന്റെ കാര്യമാണ്. അതെനിക്ക് തുറന്നാരും പറയേണ്ട കാര്യമില്ല. അതെന്റെ ചിലപ്പോ എന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവുമായിരിക്കും, ഞാൻ പോകുന്ന വഴികളിൽ നിന്ന് മനസ്സിലാവുമായിരിക്കും. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി പാടാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പോ അവര് മാത്രം എന്നെ പാടാൻ വിളിച്ചുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പാടുന്നില്ലൊരു തോന്നലുണ്ടാവുമായിരിക്കും. അതല്ല, എനിക്കിപ്പോ നാളെ വേറൊരു പാർട്ടിക്കാരൻ ഒരു പാട്ട് പാടുക വെച്ചാലും ഞാൻ പാടും. കാരണം എനിക്ക് കിട്ടുന്ന സന്തോഷം അതാണ്. അതെ അതെ, ആ വേദി ഞാൻ എന്റെ തൊഴിലായിട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു പാഷനായിട്ടോ ഞാനത് സ്വീകരിക്കുന്നതുകൊണ്ട് ഞാൻ ആര് വിളിച്ചാലും ഞാൻ പാടും. മാത്രമല്ല ഇപ്പോഴും ഈ നാട്ടിൽ ഇപ്പൊ കിട്ടുന്ന ഒരു അംഗീകാരം പക്ഷെ മുമ്പ് കിട്ടിയിരുന്നില്ല. മാത്രമല്ല ഒരു വിഭാഗം ഒരു പക്ഷെ ഇടയ്ക്ക് മറ്റെന്തോ പേഴ്സണലായ കാര്യം കൊണ്ട് ജയരഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോടുള്ള ഒരു മധുര പ്രതികാരം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു. ഇപ്പൊ കുറെ ആൾക്കാർ ആ ഇന്റർവ്യൂ വന്നിട്ട് കുറെ ആൾക്കാരെ ചോദിച്ചു എന്ത് ആ പ്രശ്നം, കുറെ ആൾക്കാർ എന്നെ നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പരിപാടിക്ക് പോകുന്നത് കൊണ്ട് വല്ലത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ചെറിയൊരു പ്രശ്നം ഉണ്ട് പറയുമ്പോൾ അത് വലുതാക്കി ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രശ്നം വേറൊന്നുമല്ല, എന്റെ നാട്ടില് കേരളോത്സവത്തിന് ഒരു പരിപാടി കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തിലൊരു ക്ലബ്ബിൽ പോയിട്ട് ഡാൻസ് കളിച്ചു. അപ്പൊ ഇവർ എന്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ വന്നിട്ട് കളിക്കണം, ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ അവിടെ വാക്ക് കൊടുത്ത് തുടങ്ങിയത് അവസാനിപ്പിക്കാൻ കഴിയില്ല, ചതിക്കുന്ന പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലൊരു കാര്യം ചെയ്യാൻ, ഡാൻസിന് മാത്രമേ കൂടുന്നുള്ളൂ, പാട്ട് ഞാൻ പാടുന്നില്ല. അങ്ങനെ മത്സരം വരുമ്പോഴല്ലേ ഇതും ക്ലബിനെതിരെ മത്സരിക്കും. ഇത് ഇവിടെ പരിപാടി കൊണ്ടുപോകാത്തതിന് ഞാൻ അവിടെ കൂടും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ലൊരു ആൾക്കാരങ്ങനെ ചിന്തിക്കല് ഇടുന്നേ പോകുന്നില്ല ഓളെന്നെങ്കിൽ ഞാൻ എല്ലാവരും സഹായിക്കാന്ന് പറയും ചെയ്തു. ഇനി പാട്ട് ഞാൻ പാടിത്തരാം, പഠിപ്പിച്ചു തരാം, എന്നെ ഇതൊന്നും സമ്മതിച്ചാൽ മതി. കേരളോത്സവത്തിന് സംസ്ഥാനത്തേക്ക് വരെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ അത് എക്സാമിലായതുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടാ. അപ്പൊ ഇത്രയും ചെറിയൊരു പ്രശ്നം നിസ്സാരമായിട്ട് തള്ളിക്കളേണ്ട പ്രശ്നം, ഒരു കലാകാരനെ അംഗീകരിക്കേണ്ട ഒരു സാധനം മാത്രമേ ആടില്ലൂ. മാത്രം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് എല്ലാരും നല്ല ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ പുകഞ്ഞ കൊള്ളി പുറത്ത്. ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ട്. അതേ പാർട്ടിയിൽ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയിലത്തെ ആൾക്കാരായിക്കോട്ടെ അവര് സ്വീകരിക്കുന്നത് എന്തായിരിക്കണം, ഇവരെ ഒന്നിപ്പിക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ ഇടയിൽ കയറി കളിക്കല്ലേ. എനിക്ക് സത്യമായിട്ട് ഞാൻ പറഞ്ഞു ഇവർക്കെല്ലാം ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ട്, ഭയങ്കര എല്ലാം ഉണ്ട്. പക്ഷെ ഇവരെന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല. അവരെ കുറ്റം പറയുന്നല്ല ഞാൻ. അപ്പൊ ഞാൻ കളിച്ച് വളർന്ന നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ട് ശരിക്കും ഞാൻ കുറെ ഞാൻ ശരിക്കും എനിക്ക് സങ്കടമായി. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഈ ഒരു 4-5 ആൾക്കാർ ഇങ്ങനെ എന്റെ വീടിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയുണ്ട്. അതായത് ഇവിടെ ഒരു കലോത്സവം വന്ന സമയത്ത് വീട്ടിലേക്കൊന്നും പറയാൻ വരുന്നില്ല. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യത്തിന് എന്റെ വീട്ടുകാരെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ അത് ആ ഒരു കറക്റ്റ് സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. ചിലപ്പോ അവരോടൊരു നന്ദി, കാരണം അവരങ്ങനെ പറഞ്ഞിട്ടാ ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോ ഞാൻ ഇപ്പോഴും ഞാനിപ്പോ ഒരു പാട്ടുമായിട്ട് മലയാളം സ്വീകരിക്കുന്ന പറയുമ്പോ എനിക്ക് പിന്നെയും പാടണം എന്ന് വിചാരിച്ചത് അത് അവർക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം അവരങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇത്രയും ഞാൻ പാടില്ലായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ അവരെന്നെ കുറിച്ച് ഇപ്പൊ എന്ത് ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആണ് ചെറിയൊരു പ്രതികാരം എന്നല്ല, എന്നാൽ ഒരു സുഖമുണ്ട്. ഏതായാലും ഇന്ന് ഈ വിഷുദിനത്തില് ഏറെ നേരം ഏകദേശം 1 മണിക്കൂറോളം സമയമായി മോളുടെ പാട്ടുവഴികളിലൂടെയും ജീവിത വഴികളിലൂടെയും ഒക്കെ നമ്മൾ ഈ കാവ്യ സൗഹൃദ വേദിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. തീർച്ചയായിട്ടും ജയരഞ്ജിത തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പാട്ടുവഴികളിലൂടെ കലാവഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയട്ടെ. പാടിത്തെളിഞ്ഞ് വലിയ വലിയ അംഗീകാരങ്ങൾ നേടാനും വ്യത്യസ്തങ്ങളായ വേദികളിൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി വേദികളിൽ പാടി ജയരഞ്ജിതയുടെ പ്രശസ്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒപ്പം ഈ നാടിന്റെ കാടകത്തിന്റെ കാസർഗോഡിന്റെ മണ്ണിന് ഈ കുട്ടി അഭിമാന താരമായി എന്നും പ്രോജ്വലിച്ചു നിൽക്കട്ടെ എന്ന് കാവ്യസൗഹൃദത്തിന്റെ പേരിൽ ഈ വിഷുദിനത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. പ്രേക്ഷകരോട് അവസാനമായിട്ട് ഈ വിഷുദിനത്തിൽ എന്ത് ആശംസയാണ്, എന്ത് പ്രതീക്ഷയാണ്
ജയരഞ്ജിതിക്ക് പറയാനുള്ളത്? ഞാൻ ഇപ്പൊ പാട്ട് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇനിയും പാടും. പാട്ടുകളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കണം. അത് നല്ല മനസ്സോടെ ഞാൻ സ്വീകരിക്കും. വിമർശനങ്ങൾ ആവശ്യമാണ്, നല്ല വാക്കുകൾ ആവശ്യമാണ്. വിഷു എല്ലാവരും അടിച്ചു പൊളിക്കുക. സീനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് കാവ്യ സൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരന്തക താളം തല്ലി, അരമണി കിങ്ങിണി കിളിപ്പാകി, ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാം തൃമധുര